ഈ ബീച്ച് ഏതാന്ന് നിനക്കറിയാമോ? ഇല്ല. നീ എന്താ അങ്ങനെ വെച്ചേ? ഈ ബീച്ച് നിനക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കും, പക്ഷേ 6 വർഷം മുമ്പ് ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും നീ മറന്നിട്ടുണ്ടാകാൻ സാധ്യതയില്ല. ഈ സംഭവം നിനക്കെങ്ങനെ അറിയാം? ഓ, താനായിരുന്നോ? തന്നെ വിളിച്ചാ ഫോൺ കൊടുക്കൂല. എത്ര പ്രാവശ്യം തന്നെ ഞാൻ വിളിച്ചെന്നറിയോ? എവിടെയായിരുന്നു താൻ? നീ വാതിലോർക്ക, ഞാൻ പറയാം. ഒരു സീനുണ്ട്. പിന്നെ സീൻ വിളിച്ചാ എടുക്കൂല, ഫോൺ വിളിച്ചാ സ്വിച്ച് ഓഫ്. ആ, കേറി വാ. എടാ നീ ഇരിക്ക്. ആ, ഇനി പറ, എന്താ പ്രശ്നം? എടാ നീ ഇന്നലെ ഗായത്രി വിളിച്ചായിരുന്നോ? ആ, എന്നും വിളിക്കണ പോലെ തന്നെ ഇന്നലെ വൈകിട്ടും വിളിച്ചു. അവസാനം വഴക്കിട്ടാ വെച്ചത്. രാത്രി വിളിച്ചപ്പോ സ്വിച്ച് ഓഫ് ആയിരുന്നു. എന്തു പറ്റി? എടാ എടാ ഗായത്രി ഇന്നലെ മുതലേ കാണാനില്ലാന്ന്. ഒന്ന് പോടാ അവിടുന്ന്. ഞാൻ ഇന്നലെ വൈകിട്ട് കൂടെ അവളെ വിളിച്ചതല്ലേ ഉള്ളൂ, കാണാനില്ല പോലും. തമാശ വളരെ നന്നായിട്ടുണ്ട് ട്ടാ, പക്ഷേ ഇതേക്കില്ല. എടാ ഞാനിപ്പോ അവളെ വീട്ടിൽ നിന്ന് വരുന്നത്. പോലീസിൽ കേസ് കൊടുത്തിട്ടുണ്ട്. കേസ് രജിസ്റ്റർ ചെയ്യേണ്ട കോപ്പിയാണ് എനിക്ക്. ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് നിനക്ക് വേണ്ടത്? ഞാൻ ഇന്നലെ വൈകിട്ട് കൂടി അവളെ വിളിച്ചോളൂ, പിന്നെ നീ എന്തായി പറയണേ? എടാ നീ ഒച്ച വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. പോലീസിന് ഒരു ക്ലൂവും കിട്ടിയിട്ടില്ല. എടാ അവര് നോക്കുന്നുണ്ട്, നീ ടെൻഷൻ അടിക്കണ്ട. ടെൻഷൻ അടിക്കല്ലേ എന്ന് പറഞ്ഞാൽ എങ്ങനെയാടാ? അവന്മാർക്ക് എന്തൊക്കെയോ ക്ലൂ കിട്ടിയിട്ടുണ്ട്. അവന്മാരൊന്നും പുറത്തു പറയാത്തതാ. പോയത് എന്റെ പെണ്ണാണ്. എടാ നിനക്ക് മാത്രമല്ല അവൾ ഇഷ്ടം, അവൾ എല്ലാവർക്കും ഇഷ്ടമാണ്. എടാ നമുക്കിപ്പോ പോലീസ് വല്ലതും പറയുന്നവരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പൊ. ഡേവിഡേ, നമുക്ക് എന്തെങ്കിലും ചെയ്യണം. നമുക്ക് അവളെ കണ്ടുപിടിക്കണം. എടാ നമ്മളെ കൊണ്ട് ഇപ്പൊ എന്ത് ചെയ്യാനാണ്? ആദ്യം പോലീസ് എന്താ കണ്ടുപിടിച്ചതെന്ന് അറിയണം. അതിന് നമ്മുടെ കയ്യിലൊരു വഴിയുണ്ട്. എടാ അതൊന്നും നടക്കില്ല. ഈ പോലീസ് സ്റ്റേഷനിലെ കാര്യമൊക്കെ നമ്മളെങ്ങനെ അറിയാനാണ്? അതൊക്കെ ഉണ്ട്, പക്ഷെ ആള് വന്നാ നീ കൂടെ നിൽക്കോ? നീ ആരെയാ ഉദ്ദേശിക്കുന്നേ? ആ അടുത്തത്. നീ ഇതെന്ത് കുരിശാണാവോ? എന്താടാ, എന്താ ഇവിടെ പ്രശ്നം? എന്താ സീൻ? എന്താ? എനിക്കറിയാം, എഫ് ബിയിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആ അടുത്തത്. എന്ത് കോപ്പാണ്ട നീ പറയണത്? എന്ത് മെസ്സേജ് അയച്ചേ? എടാ എനിക്ക് എഫ് ബിയിൽ കിട്ടിയ മെസ്സേജാ. നീ ആ ലാപ്പിംഗ് എടുത്തേ. ലാപ്പ് അതേ അകത്തിരിപ്പുണ്ട്, പോയെടുത്തോ. പോലീസുകാർക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. എനിക്ക് വേണ്ടത് നിങ്ങളെ 3 പേരെയാണ്. നിങ്ങൾ 3 പേരും ഇന്ന് വൈകുന്നേരം ആളൊഴിഞ്ഞ ബീച്ചിൽ ഞാൻ പറയുന്ന ആ സമയത്ത് നിങ്ങൾ വന്നില്ലെങ്കിൽ ഗായത്രിയെ ഞാൻ കൊല്ലും. എടാ വാടാ, നമുക്കിപ്പൊ തന്നെ പോവാം. ഈ സമയത്താ? ഇപ്പൊ പോയിട്ട് എന്ത് കാണിക്കാനാണ്? നീ പറഞ്ഞിട്ടുണ്ടെങ്കി വാ, ഞങ്ങള് പോവാണ്. ഞങ്ങളോ? അപ്പൊ ഞാനും പറഞ്ഞു. പിന്നെ വരാണ്ട്. നീ ഒന്ന് വാടാ, നിന്നെ ആരും അവിടെ ഒന്നും ചെയ്യാൻ പോണില്ല. ആ, ആരും ഒന്നും ചെയ്യില്ല. നിക്കടാ, ഞാനും വരാ. ഏതായാലും ഇത്ര ആയില്ലേ? ഇതെന്താ ബാഗിൽ എന്താ? അതൊക്കെ ഉണ്ട്, നീ വാ. ഗായത്രി, ഗായത്രി, എടി എടി നീ എന്തിനാടി പേടിക്കണത്? ഞാനടി നിന്റെ ഡേവിഡാ. നിന്റെ പുറകിൽ
എന്റെ കൂടെ അവരൊക്കെ ഉണ്ടായതാണ്. വാ നമുക്ക് പോവാം. ഇല്ലടാ, നമുക്കിനി രക്ഷപ്പെടാൻ കഴിയില്ല. അവനെല്ലാം അറിഞ്ഞു. അവൻ നിന്നെ ഇവിടെ കൊണ്ടുവന്നതാ. ആര്? നീ ആരെ കുറിച്ച് ഈ പറയണത്? നമ്മൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നത് എല്ലാം അവൻ അറിഞ്ഞു. നീ എന്താടി ഈ പറയണത്? ആ! ഈ സംഭവം നിനക്കെങ്ങനെ അറിയാം? എനിക്കറിയാം. കാരണം അവന്റെ ലിസ്റ്റിലെ വെറും 7-ാം നമ്പർ മാത്രമായിരുന്നു നീ. അതിനു മുമ്പുള്ള 6 പേർ ഞാനും എൻ്റെ കുടുംബവുമായിരുന്നു.